തമ്പാനൂരിൽ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ടാറ്റു ആർട്ടിസ്റ്റിനെ പിടികൂടിയിരിക്കുന്നു. വള്ളക്കടവ് സ്വദേശിയായ റോബിൻ ജോൺസണാണ് പിടിയിലായത്. വാക്കുതർക്കത്തിനൊടുവിൽ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. റോബിൻ സഞ്ചരിച്ച കാർ ബൈക്കിലും ഓട്ടോയിലും ഇടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് തോക്കു ചൂണ്ടാനുള്ള കാരണം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഇയാളൊരു പ്രശ്നക്കാരനാണോ? അരുൺ, ഇന്നലെ രാത്രി 9:30 കൂടിയിട്ടാണ് തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച ഈ സംഭവം ഉണ്ടാകുന്നത്. ഇയാൾ കാറിൽ വരികയായിരുന്നു. ആ കാറിൽ വരുന്ന സമയത്ത് ഒരു വളവ് തിരിയുമ്പോൾ ഓട്ടോയ്ക്കും ബൈക്കിനിട്ടും ഇടിക്കുകയായിരുന്നു. അങ്ങനെ അവരിറങ്ങി ബഹളം വെക്കുന്നു. ഇവർ തമ്മിൽ വാക്കുതർക്കമാകുന്നു. വാക്കുതർക്കം ഉണ്ടായപ്പോൾ ഇയാൾ വാഹനത്തിൽ നിന്ന്, അയാളുടെ കാറിൽ നിന്ന് ഒരു റിവോൾവർ എടുത്തുകൊണ്ട് ഇവർക്ക് നേരെ ചൂണ്ടുകയായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് വെടിപൊട്ടിച്ചൊന്നുമില്ല. പക്ഷേ അപ്പോഴേക്കും തന്നെ ആളുകൾ ഓടിക്കൂടി. പിന്നീട് ഇയാളെ പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കസ്റ്റഡിയിൽ എടുത്ത സമയം ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ പൂർണ്ണമായിട്ടും മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാൾ നിരന്തരം ഇത്തരത്തിൽ റിവോൾവർ കയ്യിൽ കൊണ്ട് നടക്കുന്നതാണ്. അയാൾ അവകാശപ്പെടുന്നത് കയ്യിലുണ്ടായിരുന്നത് എയർ പിസ്റ്റൾ ആണ് എന്നൊക്കെയാണ്. പക്ഷേ പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ അല്ല, അത് റിവോൾവർ തന്നെയാണ്. മാത്രമല്ല അതിനകത്ത് 3 തിരകളും ഉണ്ടായിരുന്നു, ബുള്ളറ്റുകളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് അക്കാര്യത്തിലൊക്കെ ഒരു അന്തിമ സ്ഥിരീകരണത്തിലേക്ക് വരികയുള്ളൂ. എയർ പിസ്റ്റൾ ആണ് എന്നുള്ളത്. അതെ അരുൺ, പൊട്ടുന്ന തോക്കായിരുന്നു, എയർ പിസ്റ്റലും അല്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തായാലും ഇയാൾ ഇപ്പോഴും കസ്റ്റഡിയിലുണ്ട്. ഒരു തരത്തിലും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല. ഇയാൾ പറയുന്നത് എയർ പിസ്റ്റലിന്റെ ലൈസൻസ് തന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നു. അത് പരിശോധിച്ചപ്പോഴും ലൈസൻസ് ശരിയാണ്, പക്ഷെ കയ്യിലുള്ളത് എയർ പിസ്റ്റൽ അല്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകം. എന്തായാലും ഇയാൾ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇറങ്ങിയതിനു ശേഷം നിലവിൽ അത്തരത്തിൽ ലൈസൻസ് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ കാണുന്നത്. ഇത് വിദഗ്ധർ കൂടി എത്തി പരിശോധിച്ച് അത് ഏത് തരത്തിലുള്ള റിവോൾവർ ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കും. ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതായത് ഇയാൾ ഇപ്പോഴും ഈ മദ്യത്തിന്റെ ലഹരിയിൽ ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് മുക്തനാകാത്തതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ചോദ്യങ്ങളോടും സഹകരിക്കുന്നില്ല. പോലീസിനോട് തട്ടിക്കയറുകയാണ്. രാവിലെ മുതൽക്ക് പോലീസുകാർ നിരന്തരം പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, പക്ഷേ ഒരു തരത്തിലുള്ള സഹകരണം ഉണ്ടാവുന്നില്ല. തമ്പാനൂരിലൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ഒരു ടാറ്റു ആർട്ടിസ്റ്റ് കൂടിയാണ് ഇയാൾ നേരത്തെയും സമാനമായിട്ട് ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള കേസുകളൊക്കെ ഇയാൾക്കെതിരെ മുൻപും വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ തോക്ക് ചൂണ്ടുന്നത്. എന്തായാലും ഇയാൾ അറസ്റ്റ് അധികം വൈകാതെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. റോബിൻ ജോൺസൺ പല വകുപ്പുകളായിട്ടുണ്ട്. നടുറോഡിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി ഓട്ടോക്കാരനോടും ഈ സ്കൂട്ടർ യാത്രികരോടും തർക്കിച്ചതിന്, നടുറോഡിലിറങ്ങി ആംസ് ആക്ട് പ്രകാരം നിങ്ങൾ റിവോൾവർ, ലൈസൻസ് ഇല്ലാത്ത റിവോൾവർ കൈവശം വെച്ച് ഭീഷണിപ്പെടുത്തിയതിന്, റിവോൾവർ ചൂണ്ടി ഭീഷണിപ്പെടുത്തി വധശ്രമത്തിന്, പിന്നെ ആംസ് ആക്ട് പ്രകാരം നിങ്ങളുടെ കയ്യിൽ ഇല്ലീഗൽ പൊസഷൻ ഓഫ് ആംസ്, ഇതൊക്കെ വലിയ കുഴപ്പമായി തീരും. ടാറ്റു അടിഞ്ഞതുപോലെയല്ല പോലീസിന്റെ കയ്യിൽ. സഹകരിച്ചാൽ റോബിന് കൊള്ളാം.